ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തി മുളകിട്ട് വെക്കാലോ എന്ന് കരുതി വാങ്ങിയത് തന്നെയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ മത്തി നേരാക്കി എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ. അപ്പോഴേക്കും കിങ്ങിണി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തോ ഭാഗ്യം കിങ്ങിണി എന്നെ വിളിച്ച് കാറാണ്ടായിട്ട് എഴുന്നേറ്റ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അവിടെ കടന്ന് കാറി പൊളിക്കായിരിക്കും. അമ്മ വായോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഞാൻ പോയിട്ട് എടുക്കണം നിർബന്ധമാണ്. അപ്പോൾ ഇന്ന് എന്തോ നല്ല കുട്ടിയായിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ ഞാൻ അവിടെ ഇരുന്നിട്ട് അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് മത്തി മേടിക്കാനുള്ള കാരണം ഈ ചക്കയായിരുന്നു കേട്ടോ. ചക്കപ്പുഴുക്കും കൂട്ടി മത്തി കറിയും കൂട്ടിയിട്ട് കഴിക്കാനുള്ള കൊതിയും കൊണ്ടായിരുന്നു ഞാൻ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചക്ക എടുത്ത് മുറിച്ച് നോക്കിയപ്പോൾ ചക്കയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ചക്ക പഴുത്തിട്ടുണ്ട്. പിന്നെ ഈ പഴുത്ത ചക്കയും കൊണ്ട് ഞാൻ എങ്ങനെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനാണ്? പിന്നെ ഏതായാലും മത്തി വാങ്ങിയതല്ലേ എന്ന് എഴുതിയിട്ട് എന്തായാലും മുളകിട്ട് വയ്ക്കാൻ തന്നു. അതിന് ചട്ടിയൊക്കെ ചൂടായി എണ്ണയും അതേപോലെ ഉലുവ, ഇങ്ങനെ വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ചതച്ചിട്ടാണ് വഴറ്റാറുള്ളത്. പിന്നെ അതേപോലെ തക്കാളി, നമ്മളെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ മുളകിട്ടിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ചക്ക എന്തായാലും എന്നെ ചതിച്ചു. ഞാൻ ചക്കപ്പുഴുക്കും മത്തിക്കറിയും കൂട്ടി കഴിക്കാനുള്ള കൊതിയിലായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ മീനും കൂടെ പെറുക്കിയിട്ട് കഴിഞ്ഞിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചു. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതേപോലെ കറിവേപ്പിലയും കൂടെ ഊരിയിട്ട് നമ്മൾ മത്തിക്കറി റെഡിയാക്കി എടുത്തു. അപ്പോൾ എന്തായാലും ചക്ക ചതിച്ചല്ലോ. ഞാൻ തലേ ദിവസം ഒരു പൂളക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടെങ്കിൽ നമുക്ക് പുഴുക്കുണ്ടാക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ഞാൻ. അങ്ങനെ പൂള മുറിച്ചപ്പോഴുള്ള അവസ്ഥയും ഇങ്ങനെയായിരുന്നു. അങ്ങനെ തന്നെ ചക്കയും ചതിച്ചു, പൂളയും ചതിച്ചു. ഞങ്ങളിവിടെ നീലം പാകം എന്ന് പറയും. ഈ നീലം പാകി പൂളയും കൊണ്ട് നമ്മൾ എങ്ങനെ പുഴുക്കുണ്ടാക്കാനാണ്? അപ്പം ഇന്നത്തെ എൻ്റെ ചക്കപ്പുഴുക്കും ക്യാൻസലായി, അതേപോലെ പൂളപ്പുഴുക്കും ക്യാൻസലായിട്ടും ആ സങ്കടത്തിലായിരുന്നു ഞാൻ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊരു തവണ നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ ഇരുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ.